കൺട്രോളാണ് ശരിക്കുള്ള റിലീജിയൻ. ഓക്കെ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ വാട്ട് ഈസ് കൺട്രോൾ, എന്താണ് കൺട്രോൾ എന്ന് റിലീജിയനെ വിളിക്കുന്നത്, എന്തിനാണ് റിലീജിയന് കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വുമൻ. നിങ്ങൾ ഏത് റിലീജിയൻ എടുത്തോ, ഏതെടുത്തോ, മെയിൻ ഏതെങ്കിലും എടുത്തോ. ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ പണ്ട് ഈ സ്ത്രീകൾ മറ്റേ ചിന്തിച്ചു സ്വന്തമായിട്ടൊരു എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ വിച്ചസ് ആണെന്ന് പറഞ്ഞിട്ട് കത്തിക്കും. മനസ്സിലായില്ലേ? അതായത് ഇവരൊക്കെ വിച്ചസ്സാണ്, ഇവരൊക്കെ പ്രേതങ്ങളാണ്, ഇങ്ങനത്തെ വേണ്ടാത്ത അഭിപ്രായമൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് വിച്ചസ് എന്ന് പറഞ്ഞിട്ട് കത്തിക്കും. ഇസ്ലാമിലാണെങ്കിൽ അറിയാലോ, മര്യാദയ്ക്ക് പള്ളിയുടെ മെയിൻ ഹാളിൽ കൂടെ അവരെ കടത്തില്ല. പിന്നെ പർദ്ദയിട്ട് നടക്കണം, അവരെന്ത് ധരിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ്. സ്റ്റേജിൽ പോലും സമ്മാനം കിട്ടിയിട്ട് സ്റ്റേജിൽ പോലും കയറ്റുന്നില്ല അവരെ. അതൊരു കാര്യം. ഹിന്ദുയിസത്തിലാണെങ്കിൽ പിരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോലും കയറ്റില്ല. അമ്പലത്തിൽ പോയി കയറി കഴിഞ്ഞാൽ എന്തോ അപരാധം പോലെയാണ് അവരും പെരുമാറുന്നത്. സോ പിന്നെ സതി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വേറെ കാര്യങ്ങൾ, അതൊക്കെ നിൽക്കട്ടെ. സോ ആസ് എ വുമൻ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളൊരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോഴും നമ്മളിപ്പോൾ മെജോറിറ്റി അമ്പലത്തിലും പള്ളിയിലും എല്ലാവരുടെയും പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ 50% സ്ത്രീകൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇഫ് യു ആർ തിങ്കിങ് വുമൻ, ലൈക്ക് വൈ മൈ റിലീജിയൻ ഈസ് സോ പെട്രിയാർക്കൽ, അല്ലെങ്കിൽ ഇത് ഒരു ആണുങ്ങൾ ഒരു വട്ടം കൂടി ഇരുന്നിട്ട് എഴുതിയതാണ് എന്ന് ഈസിലി നമുക്ക് മനസ്സിലാക്കാം ഇതിലെ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളും ഇവർ ഇന്നത് ചെയ്യണം, സ്ത്രീകൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ ഒരു സ്ക്രിപ്ചറിലും ഇവരുടെ ആ മെയിൻ സാധനങ്ങളിൽ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വുമൺ പേഴ്സ്പെക്റ്റീവ് എന്ന്, നിങ്ങളൊരു വുമണാണ്, ഇപ്പോൾ എനിക്കാണ് ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾ വുമണാണ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ റിലീജിയൻ, അല്ലെങ്കിൽ ഞാൻ ജനിച്ച വീട ഈ റിലീജിയൻ എത്ര എൻ്റെ ഇങ്ങനെ പുച്ഛിക്കുന്ന പോലെയാണല്ലോ ഇവർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആക്ച്വലി തോന്നണം. അല്ലെങ്കിൽ ഈ എന്ത് പാർഷ്യാലിറ്റിയാണ് ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ റിലീജിയനിൽ അവർ കൊടുക്കുന്നത്. ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇവർ അങ്ങനെ ചെയ്യണം, ഇവരിനൊരു എന്താ പറയുക, ഒരു മെറ്റീരിയലിനെ പോലെ കണക്കാക്കുന്ന ഒരു കുറേ ആണ് എല്ലാ റിലീജിയനിലും ഉണ്ട് ഈ സാധനം. ഇത് ഒന്നിൽ മാത്രമല്ല. അപ്പം എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം കുറച്ച് ആണുങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന്, അത് എവിടെയോ അറേബ്യയിൽ എഴുതിക്കോട്ടെ, ജെറുസലേമിൽ എഴുതിക്കോട്ടെ, എവിടെ ഇന്ത്യയിലിരുന്ന് എഴുതിക്കോട്ടെ, എവിടെ ഇരുന്നാലും കുറേ പേരിങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് എഴുതിയതാണ്. അതിൽ സ്ത്രീകളെ ഒന്നും അടുപ്പിച്ചിട്ടുമില്ല, അവരുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടുമില്ല. നിങ്ങളിത് അങ്ങോട്ട് വിശ്വസിക്കുക. ശരിക്കും ആലോചിക്കുന്ന ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ചിന്തിക്കണം? ഇതെന്താ ഇവരിങ്ങനെ എന്നോട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, സ്ത്രീകളോട് എന്തിനാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ചോദിക്കണം. ചോദിക്കാൻ പിന്നെ സമ്മതിക്കില്ലല്ലോ, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, അതാണ് പരിപാടി. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് കൺട്രോൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ ഈ ഒരു പാത്ത് അവരിങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, അതിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുകയെ, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒന്നും സൈലൻറ്റ്, മിണ്ടാതെ ഇരിക്കുക, കേൾക്കുക, പോവുക, ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതാണ് ആ കൺട്രോളിൻ്റെ പവർ. ഇപ്പം അങ്ങനെയൊക്കെ ഇപ്പം എന്താണ് ഈ റിലീജിയസ് ബുക്കിലും ഹോളി ബുക്കിലൊക്കെ പറയുന്നത് എന്ന് നമുക്കിതാ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഇനി മുതൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയല്ല. ദിസ് ഈസ് ഓൾ റിട്ടൺ ഇൻ യുവർ ഹോളി ബുക്സ് ഓൺലി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്രിസ്ത്യാനിറ്റിൻ്റെ കാര്യം എടുക്കാം. ക്രിസ്ത്യാനിറ്റിയിൽ 1 ടിമത്തി 2:12 പറയുന്നുണ്ട്, I do not permit a woman to teach or to assume authority over men. She must be quiet. Okay? Basically പറയുന്നത് ഷട്ട് അപ്പ് സ്റ്റുപ്പിഡ് ബിച്ചസ് എന്നാണ് ഈ ചങ്ങായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ ഇനി വ്യക്തമായിട്ട് ഇനിയില്ല. അടുത്ത് ഖുറാനിൽ 4:34 Men are the protectors and maintainers of women. If a woman is disobedient, അതായത് പറഞ്ഞാൽ കേൾക്കാതിരുന്നാൽ അഡ്മനിഷ് ഹെർ, എന്താണെന്നറിയില്ല,
refuse to share bed with her, strike her. ഓക്കെ, അപ്പോൾ ഇവരുടെ കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ സ്ട്രൈക്ക് ഹെർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെ പോടുന്നു അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് റിലീജിയസ് സ്കോളേഴ്സ് പറയുന്നത്. പക്ഷേ ഇവിടെ അറബിക് വേർഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഡ്രിബുഹന്ന, അങ്ങനെയാണ് ആ അറബിക് വേർഡ് സ്ട്രൈക്കിനെ. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതാണല്ലോ. അപ്പോൾ ഇഡ്രിബുഹന്ന എന്ന് അങ്ങനെ എന്തോ ആണ് അറബിക് വേർഡ്. ദാറ്റ് മീൻസ് സ്ട്രൈക്ക് ഓർ ബീറ്റ്. ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ കൊടുത്തൊരെണ്ണം എന്നാണ് 4:34 ഖുറാൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് എല്ലാത്തിനും ഇവർക്ക് മറുപടി ഉണ്ട്. ഇവർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മറ്റ് തല്ലലല്ല, ഇങ്ങനെ അങ്ങനെ ആക്കുകയാണ് എന്നൊക്കെ പറയും. സ്റ്റിൽ ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആലോചിക്കണം. ദിസ് ഈസ് ഇൻ ഓൺ ദ റിലീജിയസ് ബുക്ക്. അതായത് വെറുതെ മറ്റേ സ്പൈഡർമാനും ഹാരി പോട്ടറിലും അല്ല ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓൺ ദ റിലീജിയസ് ഹോളി ബുക്ക്. ഓക്കെ, അതാണ് കാര്യം. ഹിന്ദുയിസത്തിൽ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല അവിടെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടാവും. എനിക്കും ഇതൊക്കെ ഇതിനു വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് ഈ കാര്യമൊക്കെ മനസ്സിലായത്. ബേസിക്കലി മൂന്നെണ്ണം ഉണ്ട്. ശ്രുതി, സ്മൃതി, പുരാണാസ്. ഈ ശ്രുതിയിലാണ് ഈ വേദാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സ്മൃതിയിലാണ് നമ്മുടെ മനുസ്മൃതി ആ സംഭവമൊക്കെ വരുന്നത്. അത് ആക്ച്വലി റൂൾ ബുക്കാണ്. ഓക്കെ, അത് ഇങ്ങനെ മറ്റേ എന്താ പറയുക, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം, ഈ സമൂഹത്തിൽ നമ്മൾ ഹിന്ദുയിസം ഈ ഒരു ഇതിൽ ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ബുക്കാണ് അത്. പുരാണാസ് അറിയാലോ, മഹാഭാരതം, രാമായണം പോലത്തുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗീതയൊക്കെ പോലത്തെ. അപ്പോൾ ഇത് ബേസിക്കലി ഒരു സെൻറ്റർ സ്ക്രിപ്ചർ ഇല്ല. ഇപ്പോൾ ബൈബിളും ഖുറാനൊക്കെ പോലെ ഒറ്റ സംഭവത്തിന് ആ ഒരു ചുറ്റിപ്പറ്റിയിട്ടല്ല, ഇതിൽ കുറേ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിക്കലി വേദാസ് എടുത്തു കഴിഞ്ഞാൽ, ഈ വേദാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെറ്റാഫിസിക്കൽ സംഭവം. അതായത് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത് ചെയ്തു ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഫിസിയോളജിക്കൽ മറ്റേ സംഭവങ്ങളൊക്കെയാണ്. ഫിലോസഫി ഇല്ലേ, അതാണ് ബേസിക്കലി. അതായത് ഇങ്ങനെ കുറച്ച് ഹുവാമായി, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചൊന്നും എഴുതാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതിലേക്ക് എഴുതാൻ സമയം കിട്ടിയിരിക്കുന്നത് സ്മൃതിയിലാണ്. അപ്പോൾ സ്മൃതി എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ വരിക. പക്ഷേ സ്മൃതി എടുത്താൽ പറയും ഇതൊന്നും മറ്റേ ഇതൊക്കെ ഇതൊക്കെ മനുഷ്യന്മാരെ എഴുതി തന്നെയാണ് കേട്ടോ, അത് ആർക്ക് ഡൗട്ടൊന്നുമില്ല. ഈ കുറച്ച് ഈ മറ്റേ ഹൈ കാസ്റ്റിലുള്ള ആൾക്കാർ ഇന്ന് എഴുതിയതാണ് ഈ സ്മൃതീസൊക്കെ. ഓക്കെ, പക്ഷെ അതിനെ അബോളിഷ് ചെയ്തിട്ടുണ്ടോ അതുമില്ല. ആക്ച്വലി റൂൾ ബുക്ക് ആരും പാലിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും ഞങ്ങളെല്ലാന്ന് അവർ പറഞ്ഞിട്ടുമില്ല. ഈ 3 സാധനങ്ങൾ അവരുടെ ഇതിലുള്ളതാണ്. ശ്രുതി, സ്മൃതി, പുരാണാസ്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ട്, സീത മറ്റേ രാവണൻ പിടിച്ചിട്ട് പോയി തിരിച്ചു വന്നിട്ട് സീതൻ്റെ മേലെ സംശയം ഉണ്ടായിരുന്നു. അത് പബ്ലിക് ഒപ്പീനിയൻ വഴിയാണ് ആ സംശയം രാമനിൽ വരുന്നത്. ഓക്കെ, എന്നിട്ട് അഗ്നിശുദ്ധി വരുത്തുക എന്നൊക്കെ പറയും. അതായത് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഗ്നിശുദ്ധി വരുത്തിയിട്ട് പോലും രാമൻ സ്വീകരിച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഒഴിവാക്കി വിട്ടു. അങ്ങനത്തെ കഥകളുണ്ട്. ഇതൊക്കെ ഈ സ്ത്രീകൾ തന്നെയാണ് കേൾക്കുന്നത്. മനസ്സിലായ, സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെ കേട്ട് അവർക്ക് അതിലൊന്നും കുഴപ്പമില്ല. ഇതാണ് കൺട്രോൾ. മഹാഭാരതത്തിൽ എന്താണ് മറ്റേ ഭാര്യനെ വെച്ചിട്ട് ചൂതാട്ടം, ഭാര്യനെ വെച്ചിട്ട് ഇന്നാരെങ്കിലും മറ്റേ ഗാംബ്ലിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇടില്ലേ? ഒന്നാമത് ഗാംബ്ലിങ്ങേ ഇല്ല, രണ്ടാമത് ചൂതാട്ടത്തിൽ ഭാര്യനെയൊക്കെ പണയം വെച്ചിരിക്കുക. ഹൂ ഇൻ ദ റൈറ്റ് മൈൻഡ് വുഡ് ഡൂ ദാറ്റ്? അതൊരു സാധനം. ഇനി മനുസ്മൃതി എടുത്തു കഴിഞ്ഞാൽ തലവേദന എടുക്കും. ഇത് ആരുടെ ബൊമ്മാരൊക്കെ ഇത് മനുസ്മതി പറഞ്ഞാൽ മനു എന്ന ഒരാളല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബ്രാഹ്മിൻസ്, ഹൈ കാസ്റ്റ് പോലത്തെ കുറച്ച് ആൾക്കാർ റൂൾ ബുക്ക് പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ബാധകമല്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇതൊന്നും ഇതിൻ്റെ ഭാഗമല്ല എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് കൈൻഡ് ഓഫ് റൂൾ ബുക്കാണ്, ഇങ്ങനെ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ആക്ച്വലി ഇതാണ് ഏറ്റവും പ്രോബ്ലമാറ്റിക്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നാണ് ഈ ബുക്ക് വെച്ച് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്. മനുവിൽ 9:3 പറയുന്നുണ്ട്, ഹെർ ഫാദർ പ്രൊട്ടക്ട്സ് ഹെർ ഇൻ ചൈൽഡ്ഹുഡ്, ഹെർ ഹസ്ബൻഡ് പ്രൊട്ടക്ട്സ് ഹെർ ഇൻ ഹിസ് യൂത്ത്,
ഹെർ സൺസ് പ്രൊട്ടക്ട്സ് ഹെർ ഇൻ ഓൾഡ് ഏജ്, വുമൺ ഈസ് നെവർ ഫിറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ഇതേതോ സിഗ്മ ആൾക്കാർ എഴുതിയാന്ന് തോന്നുന്നു. ദ ഹേറ്റ് വുമൺ ബേസിക്കലി. അതായത് ഭർത്താവ് നോക്കും, ഭർത്താവ് മരിച്ച കുട്ടി നോക്കും, ഭർത്താവ് മരിച്ച വയസ്സായ കുട്ടി നോക്കും, പിന്നെ ചെറുപ്പത്തിൽ അച്ഛൻ നോക്കും. അപ്പോൾ ബേസിക്കലി വുമൺ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഡിപ്പെൻഡബിൾ എന്നാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ വീണ്ടും അതിന് 877 പറയുന്നുണ്ട്, ഡിസ്ക്വാളിഫൈസ് വുമൺ ഫ്രം വാലിഡ് വിറ്റ്നസ് ഇൻ കോർട്ട്. അതായത് കോടതിയിൽ സാക്ഷി പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വുമൺ സ്ത്രീകൾ പറയുന്നതൊക്കെ നുണയായിരിക്കും, നിങ്ങൾ ഒന്നും പറയരുത് എന്നാണ് ഇതിൽ പറയുന്നത്.